ഹലോ, നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. സാരി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്യാറുള്ളത് പോലെ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ മെറ്റീരിയൽസ് ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ മെറ്റീരിയൽസ്, അതായത് കളേഴ്സ് ഏതൊക്കെയാണെങ്കിലും അത് വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വർക്ക് ചെയ്താണെങ്കിലും തരുന്നതായിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ വർക്ക് ചെയ്തൊരു സാരിയാണ് ഇന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് സാരി കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു റെഡ് ചെക്കോട്ട സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വൈറ്റ് കളറിലെ ഫ്ലവർ ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ നോർമലി കാണിക്കാറുള്ളത് പോലെ ഇത് സാരിയുടെ എൻഡ് നമ്മൾ ചെറിയൊരു സ്കാലപ്പ് വർക്ക് കൊടുത്താണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് എന്റെ വീഡിയോസിലൊക്കെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഈ ഒരു സ്കാലപ്പ് വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്റെ മെഷീൻ അത് ഇൻബിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു സ്കാലപ്പ് സ്റ്റിച്ച് ഉള്ളതാണ്. അത് വെച്ചാണ് ഞാൻ ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ റെഡി ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞൊരു ബഡ്ജറ്റിൽ വരുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറവ് ഡിസൈൻസോട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതിന് മുന്താണി പോർഷനിൽ നമ്മളിങ്ങനെ 4 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഹാരിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സും ഈ ലീവ്സും ഒക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. ഫോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലീഫ് പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിന്റെ നടുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ഫ്രഞ്ച് നോട്ട്, ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലൊരു ചെറിയ ഫ്രഞ്ച് നോട്ടും നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിന്റെ എല്ലാം സെന്ററിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു മുന്താണി പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോ അത് മുന്താണിയുടെ അപ്പുറത്തെ വശത്തോ ഒന്നും നമ്മൾ ഡിസൈൻസ് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും നമ്മൾ ആ മുന്താണി പോർഷനിൽ കാണിച്ച ഡിസൈൻസിന്റെ 2 ഡിസൈനെ നമ്മൾ ക്ലബ് ചെയ്ത് ഒറ്റ ഡിസൈൻ ആക്കിയിരിക്കുകയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. 2 ഡിസൈനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെ ചുരു ലെങ്തിൽ വരുന്നത് പോലെ ആ ഒരു ഡിസൈൻ 2 ഡിസൈൻ വന്ന് ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ഡിസൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. ഫുൾ 2 ഡിസൈൻ നമ്മൾ ഒരുമിച്ച് ആ 2 ഫ്ലവറും ചെയ്തിട്ടുള്ള പകരം ഈ ഒരു സെന്റർ ഫ്ലവറിനെ ചെയ്തുകൊണ്ട് അതിന്റെ അപ്പുറം ഇപ്പുറം ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ അതിനകത്ത് ഡിസൈൻസിന്റെ എണ്ണവും അങ്ങനെ അതനുസരിച്ച് മാനേജ് ചെയ്താണ് ഈ ഒരു ഡിസൈനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കി ലീവ്സ് ആണെങ്കിലും ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ഇങ്ങനെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ചെസ്റ്റ് പോർഷനിലെ ഫ്രണ്ടിൽ നല്ലപോലെ വലിയൊരു ഡിസൈൻ വരുന്ന പോലെ ഒരു ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ വെർട്ടിക്കൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ മുന്താണിയെ കാണിച്ച പോലെ തന്നെ ഉള്ളൊരു ഡിസൈൻ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് 4 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈൻ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമർക്ക് ആ ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിൽ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ റെഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു സാരി വേണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണിത്. അപ്പൊ നമ്മൾ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സാരീസ് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. സാരീസ് മാത്രമല്ല, സൽവാർ മെറ്റീരിയൽസ് ആണെങ്കിലും കുർത്താസ് ആണെങ്കിലും ഫ്രോക്സ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളോട് നേരത്തെ ഇൻഫോം ചെയ്താൽ മതി. അതനുസരിച്ച് നമ്മൾ ഡിസൈൻസ് ആണെങ്കിലും നമ്പർ ഓഫ് ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ
ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ഇങ്ങനത്തെ വർക്കൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ വേണ്ടി ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.